രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര രണ്ടാം ദിനത്തിലെത്തിയിരിക്കുകയാണ്. ആരോപണങ്ങൾ തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ വിമർശനം ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. യാത്രയുടെ രണ്ടാം ദിനം പുരോഗമിക്കുമ്പോൾ ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷം പേരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. MG മിഥുൻ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അപ്പോൾ ഇനി ഈ വോട്ടധികാർ യാത്ര ഏത് രീതിയിലായിരിക്കും രാഹുൽ ഗാന്ധി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക? അനുശ്രീ, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി 10 ദിവസത്തോളമായി ഒരു ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ട് തെളിവ് സഹിതം ഇത്തരത്തിൽ നിരത്തുകയും ചെയ്തതാണ്. അത് പക്ഷേ ആ ചില ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി മുൻകാലങ്ങളിലൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണമായിരുന്നു. ഇതിന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷവും രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തു. അതായത് കൂടുതൽ സംസ്ഥാനങ്ങളിൽ കൂടി, ഹരിയാനയിൽ ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഇത്തരത്തിൽ വോട്ട് കള്ളം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വോട്ടിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടി ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഈ വോട്ടറാധികാര യാത്രയുടെ രണ്ടാം ദിവസത്തേക്ക് കടക്കുകയാണ്. അത് കുടുംബായിലെ അമ്പായിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. രാഹുലിനൊപ്പം തേജസ്വി യാദവും ഈ യാത്രയുടെ ഭാഗമാണ്. വിവിധ ഇടങ്ങളിൽ ഈ ഇരു നേതാക്കളും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെന്ന് കൃത്യമായി ബോധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് മുൻകൂട്ടി കാണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ RJD സംബന്ധിച്ചുമുള്ളത്. കാരണം കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നതാണ്, പക്ഷെ പിന്നീട് JDU ഇത്തരത്തിൽ സഖ്യത്തിൽ നിന്ന് വിട്ടുപോവുകയും പിന്നീട് അവിടെ BJP JDU സഖ്യം അധികാരത്തിൽ വരുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി വീണ്ടും അധികാരത്തിൽ വരിക അല്ലെങ്കിൽ ബീഹാർ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെ ഈ ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ട 65 ലക്ഷത്തോളം പേരെ പുറത്താക്കിയ നടപടി അത് സുപ്രീം കോടതിയിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഈ 65 ലക്ഷം പേരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുണ്ടായ സാഹചര്യം, അതിടയാക്കിയ സാഹചര്യം എന്താണ്, ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് അവരെ പുറത്താക്കിയതെന്നടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ പേര് വിവരങ്ങളടക്കം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 65 ലക്ഷം പേരുടെയും പേര് വിവരങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇതിൽ ഈ എങ്ങനെയാണ് ഒഴിവാക്കിയതെന്നടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പിഴവുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ട് എങ്കിൽ ഈ ആധാർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി പരാതി ബോധിപ്പിക്കാമെന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും പരാതികളടക്കം വരുമോ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ യാത്ര ആരംഭിക്കുന്ന വേളയിൽ വലിയ ജനപിന്തുണ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിക്കും ഒപ്പം തന്നെ തേജസ്വി യാദവിനും ലഭിച്ചത്. ലാലു പ്രസാദ് യാദവും മല്ലികാർജ്ജുൻ ഖാർഗെയും ചേർന്നുകൊണ്ട് ഈ പതാക ഇരുവർക്കും കൈമാറിയപ്പോൾ വലിയ കരഘോഷവും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു, വലിയ ആരവവും ഒക്കെ അവിടെ കാണുകയും ചെയ്തു. അതായത് ഉടനീളം ഈ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഈ യാത്രയ്ക്ക് ലഭിക്കുമെന്നാണ് തന്നെയാണ് കോൺഗ്രസും ഒപ്പം തന്നെ മറ്റു പാർട്ടികളും ഒക്കെ കരുതുന്നത്. ഈ യാത്രയിൽ ഉടനീളം ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഐക്യം കൂടി വിളിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനാണ്. കാരണം പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഇത്രയും വലിയൊരു ഐക്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ആ ഐക്യം ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ പല നേതാക്കളും ഈ യാത്രയുടെ ഭാഗമാകും. ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ സെപ്റ്റംബർ 1 ഇത് സമാപിക്കുമ്പോൾ പട്നയിൽ വലിയ മഹാറാലി അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വലിയ ഐക്യം ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് കൂടി ഈ ഒരു യാത്രയിലൂടെ മറ്റൊരു തലത്തിലേക്ക് ഒരു പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി കോൺഗ്രസിന് മുമ്പിലുണ്ട്. ഏതായാലും കൂടുതൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഈ ഒരു ഇതിന്റെ ഭാഗമായി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. അനുശ്രീ.
ഇതിന് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു നിലപാട്, ആ നിലപാടിനോട് എന്തായിരിക്കും ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം? അനുശ്രീ, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. കാരണം തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് ഒരു തരത്തിലും മറുപടി നൽകാൻ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് അത് സംഭവിച്ചത്, അല്ലെങ്കിൽ ചില പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണെന്ന് എങ്ങനെയാണത് പറയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായും ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുകയും ചെയ്യുന്നത്. കാരണം നേരത്തെ അവർ ഇത്തരത്തിൽ തെളിവ് സഹിതം ഹാജരാക്കിക്കൊണ്ട് പരാതിപ്പെടണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയെങ്കിൽ പോലും തന്നെ ഇപ്പോഴും ഇക്കാര്യത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ പോലും ഈ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതായത് വയനാട് അടക്കമുള്ള ലോക്സഭാ മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ആരോപണം, അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണം നടത്തുകയും ചെയ്തു. അത് BJPയെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം കൂടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് പോലും ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നുവെങ്കിൽ പോലും തന്നെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്താണ്. എന്തായാലും നേരത്തെ തന്നെ ഈ വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ EVM മെഷീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ സുപ്രീം കോടതി കൃത്യമായി നിലപാട് അറിയിച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു വിശദീകരണമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണങ്ങളിൽ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി ലഭ്യമാകുന്നവരെ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഉള്ള ക്രമക്കേടുകൾ എന്തുകൊണ്ടാണ് ഈ 45 ദിവസം കഴിഞ്ഞാൽ ഡിജിറ്റൽ തെളിവുകളൊക്കെ ഇത്തരത്തിൽ നശിപ്പിച്ചു കളയാനുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയതിന്റെ സാധ്യത എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു മറുപടി കമ്മീഷന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു ചോദ്യം കമ്മീഷൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ഈ 45 ദിവസത്തിനകം ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വരാത്ത സാഹചര്യം എന്താണ്, ഇപ്പോൾ വരാനുള്ള സാഹചര്യം എന്താണ് അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറുവശത്തുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോവുക, കൂടുതൽ BJPയെ സംബന്ധിച്ച് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചുള്ളത്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ് കിട്ടിയ അല്ലെങ്കിൽ വലിയൊരു ആയുധം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു വോട്ട് ചോരി എന്ന വലിയ ആരോപണം. അതിൽ കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം കടുപ്പിക്കാനാണ്, രാജ്യവ്യാപക പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനമെന്നുള്ളതാണ്. ശരി, രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര 2ാം ദിവസമായിരിക്കുകയാണ്. കുടുംബായിലെ അമ്പായിൽ നിന്നായിരിക്കും യാത്രയുടെ 2ാം ദിനം ആരംഭിക്കുക. MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.